ഇന്ന് നമുക്ക് നല്ല തിക്കായിട്ടുള്ള മാംഗോ പൾപ്പ് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ആൻറ്റിയുടെ ഹസ്ബൻഡ് ശാലോങ്ങളുടെ വീട്ടിലെ അമ്മ അച്ഛനും കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയ പാടെ തന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു മാംഗോ പുഡിങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കി തുടങ്ങണത്. പുഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല. മിഥുനമോളാണ് ഇത് ഉണ്ടാക്കുന്നത്. അവളാണല്ലോ ഞങ്ങളുടെ വീട്ടിലെ ഷെഫ്. അപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ പേര് റെസിപ്പീസൊക്കെ നോക്കിയാണ് നമ്മളും അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സക്സസ് ആകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് മാംഗോ പൾപ്പിലേക്ക് കുറച്ച് മിൽക്കും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫ്രഷ് ക്രീമിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് ഇതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഡിപ്പും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബ്രെഡ് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ലെയർ ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത്. ആദ്യം മാംഗോ പൾപ്പിൻ്റെ മിക്സ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി നമ്മൾ ചെയ്ത ആ മിക്സും കൂടി ഇട്ടു. അങ്ങനെ നമ്മൾ 3 ലെയറോളം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ലെയറിലും പല രീതിക്കാണ് കേട്ടോ നമ്മൾ ഈ മിക്സ് ഒഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് മുകളിലും കൂടി മൊത്തത്തിലായിട്ട് ഈ ഫ്രഷ് ക്രീമിൻ്റെ ലെയറും കൂടി കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പോൾ ഞങ്ങൾ 2 ബൗളിലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിചാരിച്ചതിനേലും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചേ കഴിച്ചുള്ളൂ അന്ന്. പിറ്റേ ദിവസമാണ് ബാക്കി എടുത്തത്. നമ്മുടെ എല്ലാ ഫുഡും അങ്ങനെയാണല്ലോ, പിറ്റേ ദിവസം ആകുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. പിറ്റേ ദിവസം എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.